ഓക്കെ ബൈ. ഹായ്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം രേണുസുതിയുടെ കുറച്ച് ഒതുങ്ങിയതാണ്. വീണ്ടും രേണുസുതി സബ്സ്ക്രിപ്ഷനിലൂടെ ലൈവ് വീഡിയോയിലൂടെ പുള്ളി താരം ഒന്നുകൂടെ പബ്ലിസിറ്റി നേടിയിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു പെണ്ണ് എങ്ങനെ ഇതാണെങ്കിലും ഇപ്പോൾ ഭർത്താവ് മരിച്ച് എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഇവള് എന്താ പറയുക, നിരന്തരം പറയിപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ലൈവ് വീഡിയോയിലൊക്കെ ഒരു പെണ്ണ് വന്നിട്ട് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ കാണിക്കണം. പക്ഷേ ഇവളിങ്ങനെ കാണിച്ചിട്ടും ഇത് ന്യായീകരിച്ചുകൊണ്ട് തന്നെ ഇവള് വരുന്നുണ്ട്. ഇപ്പോൾ ജീവിക്കാനാണെങ്കിൽ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ തന്നെ ജീവിച്ചാലാണോ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് പേര് പെണ്ണുങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും കൂടി ഇപ്പോൾ രേണുസുതിനെയാണ് താരതമ്യം ചെയ്യുന്നത്. ഇപ്പോൾ രേണുസുതി കണ്ടില്ലേ എങ്ങനെയൊക്കെ കഴിയുന്നു, അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കും വൈറലാകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ രേണുസുതി അത്രമാത്രം ആണുങ്ങളുടെ ഇടയിൽ, പുരുഷന്മാരുടെ ഇടയിൽ വല്ലാതെ വൈറലായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ എങ്ങനെ ഒതുങ്ങിക്കൂടണം അതാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇമാതിരി കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ ശരിക്കും അറപ്പാണ് ഇവളോട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവളോട് സഹതാപം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് ഭയങ്കര അറപ്പ് ഉളവാക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് പുള്ളിക്കാർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് വല്ലാത്തൊരു സ്ത്രീകൾക്ക് തന്നെ ഒട്ടും ഭയങ്കര മോശം രീതിയിലുള്ളത് വരാൻ വേണ്ടിയിട്ടാണ് രേണുസുതി ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്താൽ തന്നെ നമ്മളിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമ്മളും ഇപ്പോൾ ഇതായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് മെസ്സേജുകളായിട്ട്, ഇപ്പം യൂട്യൂബിൽ അങ്ങനെയില്ല, പക്ഷേ FBയിലൊക്കെ നമ്മളിപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളും ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കമൻറ്റുകളും അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാതെ രേണുസുതിയെ പോലെയൊക്കെ ആവാൻ നോക്ക്, അപ്പോൾ പണം വാരിക്കൂട്ടാന്നുള്ള തരത്തിലുള്ള കമൻസും വീഡിയോസ് മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഒട്ടുമിക്ക സ്ത്രീകളെയും അവഹേളിക്കുന്ന തരത്തിലാണ് ഇമാതിരി കാട്ടിക്കൂട്ടൽ കൂടുന്നത്. നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്ക് പോലും ഒരു വല്ലാതെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. കടിക്കല്ലേ, മുറിഞ്ഞിരിക്കുക, പോലെ പോയിരിക്കുക. കാലാവസ്ഥയുടെയാണോ അറിയത്തിൽ നോക്കുന്നത്. ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴെന്നല്ല, ഞാനധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. സത്യം കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. ഫോണൊക്കെ അവിടെ നിന്ന് വെച്ച് ശരിക്ക് കാണിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇതിന് പല ന്യായീകരണങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു പെണ്ണെന്ന രീതിക്ക് ഇവളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്താ വെച്ചാൽ അങ്ങനെ നാണം ഉളവാക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോസുകളും ചെയ്യുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് ഇത് തോന്നുന്നു, അറപ്പ് തോന്നുന്നുണ്ട് ഇവളുടെ ഓരോ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും FB തുറന്നാലും യൂട്യൂബ് തുറന്നാലും
തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഈ പുള്ളിക്കാരുടെ വീഡിയോസുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികളെല്ലാം FBയും യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവളിങ്ങനെ ഉള്ള ആ ഒരു ഇത് കാണിക്കുന്നത് കൊണ്ട് ഇവൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് അറിയുന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ശരി, ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്, അവൾ അഭിനയമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്ത് അതിൽ കയറിയിരുന്നിട്ട് തന്നെ അത് ലീക്കാക്കുന്ന സമൂഹമാണ് ഉള്ളത്. അവർ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഇങ്ങനെയുള്ള ഇത് പുറത്ത് വിടുന്നുണ്ട്. പല യൂട്യൂബേഴ്സുകൾക്കും അയച്ചു കൊടുത്തിട്ട് ഇത് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ ഡ്രസ്സ് അടിപൊളിയാണ്. ദുബായ് സുഖമേന്ന് മേടിച്ചതാണ്. ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഓക്കെ, വേറെന്താണ്? ലൈവ് നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ഞാൻ നേരത്തെ ഓർമ്മ അങ്ങനെയൊക്കെയാണ്. നോക്കാം. ഇതുവരെ നോക്കാത്ത വെറുതെ വീട്ടിലിരിക്കുമല്ല, ഞാൻ തിരക്കായിരുന്നു. എനിക്കാരുമില്ല അങ്ങനെ തരാൻ കാമുകന്മാരും ആരും. മനസ്സിലായോ? സോ ഒരുപാട് പേര് ഇപ്പം ഞാൻ തുണി പറിച്ച് ഊരി കാണിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ ലൈവിലോ അല്ലെ എൻ്റെ സബ്സ്ക്രിപ്ഷനോ കയറണമെന്നില്ല. ഉള്ളവർ മതി. പറയാം പറയാം. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്താലും വേണ്ടില്ല, പൈസ മാത്രം ആണ് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇവളുടെ മക്കൾ തന്നെ ഇത് കാണില്ലേ? ഇപ്പോൾ കിച്ചുവൊക്കെ പറയുകയാണെങ്കിൽ കിച്ചുവും പ്രായപൂർത്തിയായ ഒരു ചെറുക്കനാണ്. അവനും ഇതൊക്കെ കാണുന്നതല്ലേ, അവനും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അവനും ഇതൊക്കെ കാണില്ലേ? അതുപോലെ ഇവളുടെ കുടുംബം ഇവരെല്ലാം അത് കാണുന്നില്ല. ഇവർക്കൊന്നും ഇത് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ പണം ഇവളെ വിറ്റ് തിന്നുകയാണ് അവരെല്ലാവരും. ഇവളെ വിറ്റ് കാശുണ്ടാക്കുകയാണെന്ന് തന്നെ പറയാം. അല്ലാതെ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ഇവൾ പറയുന്നൊരു ന്യായീകരണമുണ്ട്, സിനിമാ നടികൾക്കാവാം, എന്തുകൊണ്ട് എനിക്കായിക്കൂടാ. ശരിയാണ്, സിനിമാ നടികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സാഹചര്യം നമ്മളെ ഇതാക്കുന്നത് സിനിമാ നടികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു സുധി എന്നൊരു പറയുന്നൊരു വ്യക്തി അത്രത്തോളം പുള്ളിക്കാരിയെ സ്നേഹിക്കും. അതുപോലെ കൊണ്ടു നടന്ന സുധി ജീവിച്ചിരുന്ന സമയത്ത് ഈ പുള്ളിക്കാരിയെ പുറത്തിറക്കും. അതുപോലെ കൂടുതലായിട്ട് ഒരു ഇതും ഇതാക്കി കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ വേറെ രീതിക്ക് അങ്ങനെ ഒന്നും ഇതാക്കി കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. പിന്നെ മരിച്ചതിന് ശേഷം ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് പറയുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞ സുധിയുടെ മുഖം ആലോചിക്കുന്ന സമയത്ത് സങ്കടം തോന്നുന്നുണ്ട്. ഇവള് സുധിയുടെ അത് വെച്ചിട്ട് തന്നെയാണ് ഇവള് ഈ മാതിരി കാട്ടിക്കൂട്ടൽ കാണുന്നതും ഇത്രയും ഫെയിം പിടിച്ചു പറ്റിയതും. അപ്പോൾ ഇനിയെങ്കിലും സുധി എന്നുള്ളൊരു ഇത് കൊണ്ടുവരാതിരിക്കുകയാണ് രേണു ചെയ്യേണ്ടത്. എങ്ങനെയുള്ള തോന്നിയവാസമായിട്ട് തന്നെ പുള്ളിക്കാരി മുന്നോട്ട് പോകും. ഇതിൽ പൈസ സമ്പാദിച്ച് കണ്ടു, പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുള്ളിക്കാരി ഇതിലൂടെ തന്നെ ഇനി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അല്ലാതെ ഇമാതിരി നെഗറ്റീവ് ഇമ്പാക്റ്റ് പുള്ളിക്കാരി ഉണ്ടാക്കില്ലല്ലോ. ഏതെല്ലാം തരത്തിൽ പൈസ മനുഷ്യർക്ക് ഉണ്ടാക്കാമല്ലേ. പക്ഷേ ഇങ്ങനെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞ അറപ്പ് തോന്നുന്നുണ്ട്. ആ മക്കളെയൊക്കെ ഓർക്കുന്ന സമയത്ത് വല്ലാത്തൊരു അറപ്പ് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ന്യായീകരണമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും.
എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ നിങ്ങൾ കണ്ട എൻ്റെ ചുണ്ടെല്ലാം പൊട്ടി. ഇതിനൊക്കെ എന്താ പറയുക, അപ്പോൾ ചുണ്ട് പൊട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ നക്കി തുടച്ചിട്ട് ഇങ്ങനെ കാണിച്ചതെന്നാണ് പറയുന്നത്. ശരി, ചുണ്ട് പൊട്ടിയത് ഓക്കെ, ബാക്കി ഡ്രസ്സൊക്കെ വലിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെ അവിടെയും പൊട്ടിയത് കൊണ്ടാണ് അവിടെയും അങ്ങനെ വലിച്ച് കാണിച്ചത്. എന്തിനാ രേണു ഇത് ഇത്ര മാത്രം അതപ്പതിക്കുന്ന രീതിയിൽ വീഡിയോസുകളിട്ടിട്ട് പിന്നെ ഇങ്ങനെയുള്ള ന്യായീകരണമായിട്ട് അതെടുത്ത് വീഡിയോ ചെയ്തതിന് ശേഷം ന്യായീകരണമായിട്ട് വരുന്നത്? അത് എല്ലാവരും ആസ്വദിച്ചതിന് ശേഷം അതെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് വീഡിയോ ചെയ്തെന്നാണ് പറയുന്നത്. ആസ്വദിക്കാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആണുങ്ങൾ വെറുതെ ഇരിക്കില്ല, അവർ വന്ന് കയറി കാണും. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അതാണ് ആണുങ്ങളുടെ പരിപാടി. അപ്പോൾ ആസ്വദിക്കുന്ന തരത്തിൽ വീഡിയോസ് ഇടാതിരിക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ചുണ്ടു നോക്കിയിട്ടും ഇങ്ങനെ വലിച്ച് എല്ലാം നമ്മുടെ എന്താ പറയുക ഇതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നാണമില്ല നിനക്ക് വന്നിട്ട് അതിൽ കയറി കണ്ടിട്ട് നിനക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നീ കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ആളുകൾ അത് കാണുക തന്നെ ചെയ്യും, കാണാതിരിക്കില്ല. അവർ ഇപ്പം എന്താ പറയുക, നമ്മൾ എല്ലാം മൂടി പൊതിച്ച് നടന്നാലും സേഫ് അല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം. പിന്നെ ഇതെല്ലാം തുറന്ന് കാണിച്ചു കൊടുത്ത് മിണ്ടാതിരിക്കും ആണുങ്ങൾ. എല്ലാം കാണും, ഏതാണെങ്കിലും എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും കാണാതിരിക്കില്ല. ഒരു നോക്ക് അതെന്തായാലും എടുത്ത് കാണുക തന്നെ ചെയ്യും. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് എടുത്തു കഴിഞ്ഞിട്ട് അവരെ നാറി അത് ഇതെന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ചിട്ട് അതൊന്നും കാര്യമില്ല. അപ്പോൾ ജീവിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീക്ക് ജീവിക്കാനാണെങ്കിൽ പല മാർഗ്ഗങ്ങളും ഉണ്ട്. ഇപ്പോൾ ഭർത്താവ് മരിച്ച എത്രയോ സ്ത്രീകൾ നല്ല രീതിക്ക് അന്തസ്സായിട്ട് അവർ മക്കളെ വളർത്തും. ഇപ്പോൾ കലാമണിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ നവാസ് ഖാൻ്റെ ഭാര്യ, അതുപോലെ കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ, ഇവരൊക്കെ എങ്ങനെ നല്ല അന്തസ്സായിട്ടാണ് സമൂഹത്തിൽ ജീവിച്ചു പോകുന്നത്. ഇതിനെപ്പോലെ ആരും അതപ്പതിച്ച രീതിയിൽ ആരും ജീവിച്ചിട്ടില്ല. എനിക്ക് ശരിയാണ്, നല്ല രീതിയിൽ സിനിമയോ സീരിയലുകളൊക്കെ കിട്ടുവാണെങ്കിൽ അതിൽ നല്ല റോളുകൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ ആളുകളൊന്നും ഇങ്ങനെ മോശം കമൻസോ കാര്യങ്ങളോ ഒന്നും ഇടില്ല. പക്ഷേ പുള്ളിക്കാരി നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രം ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ എല്ലാവരുടെയും തുറന്ന് കാണിച്ചിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കമൻറ്റുകളും ആളുകളെടുത്ത് പ്രതികരിക്കുമ്പോഴൊന്നും കടന്ന് നമ്മൾ കരുതുള്ളിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇനിയൊന്നും ഇവിടെ ഒതുങ്ങാൻ പോകുന്നില്ല. ഇവിടെ പക്ക ഫ്രോഡായി കഴിഞ്ഞു, അതപ്പതിച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ രേണു കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.